അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഒരു കയ്യിൽ ഇടുന്നൊരു ബ്രേസ്ലെറ്റാണ്. കുറച്ച് വലിയുന്ന ടൈപ്പ് ഒരു വയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് നമ്മൾ പണ്ടൊക്കെ മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുത്ത് കൊരുക്കൂലേ, അപ്പോൾ അതുപോലെ ഇങ്ങനെ കൊരുത്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ എൻ്റെ കൈക്കാണെങ്കിൽ എത്രത്തോളം വേണമെന്നുള്ള അളവ് നോക്കുക. വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ. ഓരോന്നായിട്ട് കൊരുത്തെടുക്കുന്നുണ്ട്. ആദ്യം നീല ഇട്ടു, പിന്നെ വെള്ള ഇട്ടു, അങ്ങനെ വീണ്ടും നീല വെള്ള അങ്ങനെ തന്നെ ഇട്ടെടുക്കണേ. അപ്പോൾ ഇതാ ഇത് കണ്ടോ, ഞാൻ ഇങ്ങനെ കൊരുത്തെടുത്തിട്ട് ഇതിപ്പോൾ എൻ്റെ സൈസിൽ എടുക്കുന്നില്ല കേട്ടോ. ഞാൻ മുത്ത് തികയൂല എല്ലാത്തിനും കൂടിയിട്ട്. വേഗം അഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് വേഗം അഴിഞ്ഞു പോകും പോലും. അതാ ഇങ്ങനെ മുറുക്കി കണ്ടോ, ഇങ്ങനെ മുറുക്കിയിട്ട് ഇങ്ങനെ വലിക്കണം കണ്ടോ. ഒരു സൈഡ് ഇങ്ങനെ വലിച്ചു കൊടുക്കണം. ഒരു കെട്ടും കൂടി കൊടുക്കണം. ആ കെട്ട് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ വലിച്ച് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മുറുക്കി കൊടുത്താൽ അതിനി ഒരിക്കലും വഴിയില്ല കണ്ടോ. കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയായിരിക്കും. ഇതാ ഇങ്ങനെ വലിഞ്ഞോളും ഉണ്ടോ, ഇങ്ങനെ വലിയുന്ന സാധനമാണ്. ഇതിപ്പോൾ ഒരു ചെറിയ കുഞ്ഞിൻ്റെ കൈക്കിടാൻ പറ്റുന്ന സൈസ് സാധനമല്ലേ. ഇനി നമുക്ക് മുത്ത് വെച്ചിട്ട് നമുക്കൊരു കമ്മലുണ്ടാക്കാം. ഇത് കണ്ടോ, എൻ്റെ ഒരു പഴയ മാലേൻ്റെ ചെയിനാണേ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളൊരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ ഒരു ഐപ്പിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനത്തെ 2 ഐപ്പിൻ എടുത്തിട്ടുണ്ട്. നീല മുത്ത് ഇട്ട് കൊടുക്കാം. ഇതാ ഇത് കണ്ടോ, നീല മുത്തിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനകത്തൊരു ലൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം. ഉണ്ടോ, ഇങ്ങനെയായി. ഇത് കണ്ടോ, നമ്മളതാ ഇങ്ങനെ ഒരു ലൂപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാണുന്നില്ല അല്ലേ. അപ്പോൾ ഇതാ നമ്മളതാ 2 മുത്ത് എന്താ ഇങ്ങനെ ഒരു കുളത്തൊക്കെ ഉള്ള പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ചെയിൻ നമുക്ക് ഇതിനകത്തേക്ക് കയറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഇത് കണ്ടോ, ഞാൻ എന്താ ഇങ്ങനെ കൊരുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കൊളുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ കൊളുത്ത് ഇതിനകത്തേക്ക് കയറ്റി കൊടുക്കാം കേട്ടോ. റെഡി ആയിട്ടിട്ട് ഇത് കണ്ടോ, ഇങ്ങനെയായ ഒരു കമ്മലായി. ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ആക്കാം കേട്ടോ. ഇതാ ഫ്രണ്ടിൽ വരണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം, അല്ല ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഈ വൈറ്റ് ഇങ്ങനെ ആക്കിയിട്ടിടാം, അല്ല ഒരുമിച്ചിടണമെങ്കിൽ അങ്ങനെയും ഇടാം. ഇങ്ങനെ ഇടാം. ഇനി നമുക്ക് വേറൊരു കമ്മലുണ്ടാക്കി നോക്കാം. ഒരു വെള്ള മുത്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഒരു ലൂപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതിട്ട് കൊടുക്കാമേ. വേണ്ട. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അത് ഇങ്ങനെ വളച്ചെടുക്കണം. അപ്പോൾ അടുത്ത കമ്മൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കമ്മലും ഒരു കമ്മലും വേറൊരു കമ്മൽ, രണ്ടാമത്തെ കമ്മൽ, ഒരു ബ്രേസ്ലെറ്റ്. കമ്മലും ബ്രേസ്ലെറ്റും ഒക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവരിട്ട് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.